പത്തനാപുരം നെടുമ്പറമ്പ് മണക്കാല വീട്ടിൽ ബെന്നിയുടെ വസതിയിലാണ് പരിഭ്രാന്തി പരത്തിക്കൊണ്ട് പാമ്പ് വിരുന്നിനെത്തിയത്. വീടിനുള്ളിലെ അലമാരയുടെ ഷെയ്ഡിലാണ് കറുത്ത നിറത്തോടും പുള്ളികളുള്ളതുമായ പാമ്പിനെ കാണപ്പെട്ടത്. വീടിനുള്ളിൽ പാമ്പ് കടന്നുകൂടിയ വിവരം നാട്ടുകാർ കൂടി അറിഞ്ഞതോടെ പ്രദേശവാസികൾ ഇവിടെ തടിച്ചുകൂടുകയും പത്തനാപുരം ഫോറസ്റ്റ് ഓഫീസിലും പിന്നീട് പാമ്പ് പിടുത്തക്കാരൻ വാവാ സുരേഷിനെയും വിവരമറിയിച്ചു. പാമ്പിനെ കണ്ടു ഭയന്നവർ വീടിനുള്ളിൽ കയറാതെ മാറി നിന്നു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വാവാ സുരേഷ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. ജനങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും താൻ പിടികൂടിയ പാമ്പ് ചേരയുടെ ഇനത്തിൽപ്പെട്ട ഒരുതരം കാട്ടുപാമ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. വാവാ സുരേഷിന്റെ കൈക്കുള്ളിലെ പാമ്പിനെ കണ്ട് ഭയന്നോടിയ കുട്ടികളും സ്ത്രീകളും പാമ്പും സുരേഷും തമ്മിലുള്ള കളിയും ചിരിയും പ്രകടനവും കണ്ട് അടുത്തുവന്നു. ഉഗ്രവിഷമുള്ള ഭീകരനായ പാമ്പാണ് ഇവിടെയുള്ളതെന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് പ്രമുഖ പാമ്പ് പിടുത്ത വിദഗ്ധൻ സുരേഷ് തലസ്ഥാന നഗരിയിൽ നിന്നും ഇവിടെ എത്തിയത്. പാമ്പുകളെ പറ്റിയുള്ള ബോധവത്കരണവും പ്രദേശത്ത് തടിച്ചുകൂടിയ ജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമായി നടത്തുകയുണ്ടായി. പാമ്പുകളുടെ നിലനിൽപ്പ് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും മാരകമായ പല രോഗങ്ങൾക്കുമുള്ള ഔഷധങ്ങൾ പാമ്പിൻ വിഷം കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിൽ പാമ്പിനും അതിന്റേതായ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യൻ നിർമ്മിക്കുന്ന സാധനങ്ങളാണ് വിഷം. പാമ്പിന്റെ ഗ്രന്ഥികളുള്ള ഔഷധം ഒരിക്കലും മനുഷ്യൻ നിർമ്മിക്കുന്ന സാധനമാണ്. മനുഷ്യ നിർമ്മിതമായ സാധനമേ അല്ല. അപ്പൊ അതിന് വെനമാണ്. വെനമെന്നാൽ അത് പ്രോട്ടീനാണ്, അഥവാ ഔഷധമാണ്, അഥവാ മെഡിസിനാണ്. പാമ്പിന്റെ വിഷമെന്ന് പറയുന്ന ഔഷധമാണ് ഇന്ന് മനുഷ്യനുണ്ടാകുന്ന 10 മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള മെഡിസിൻ. ഈ സാധനം ഇല്ല എങ്കിൽ ഈ മനുഷ്യനുണ്ടാകുന്ന 10ഓളം മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് മെഡിസിൻ കണ്ടെത്താൻ കഴിയും. ഇന്ന് ക്യാൻസറിന്റെ വേദന സംഹാരി ഇന്ത്യയിൽ ഒന്നേ കണ്ടെത്തിയിട്ടുള്ളൂ. അത് പാമ്പിന്റെ വിഷമെന്ന് പറയുന്ന ഔഷധത്തിൽ നിന്ന് മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളിന് ഹാർട്ടിനകത്ത് ബ്ലഡ് കട്ടിപ്പിടിച്ചാൽ അലിയിപ്പിക്കുന്ന മരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് പാമ്പിന്റെ വിഷമെന്ന് പറയുന്ന ഔഷധത്തിലാണ്. അത് കഴിഞ്ഞ് തലയ്ക്ക് ക്ഷതമുണ്ടായി തലച്ചോറിനകത്ത് ബ്ലഡ് കട്ടിപ്പിടിച്ചാൽ അലിയിപ്പിക്കുന്ന മരുന്ന് കണ്ടെത്തിയിരിക്കുന്നതും പാമ്പിന്റെ വിഷത്തിലാണ്. അതുപോലെ പാമ്പ് കടി ഏൽക്കുന്ന ആളിന് കൊടുക്കുന്ന മരുന്ന് ആന്റിവെനം അഥവാ പോളിവെനം അഥവാ മിക്സഡ് ആന്റിവെനം എന്ന് പറയുന്ന മരുന്ന് കണ്ടെത്തിയിരിക്കുന്നതും പാമ്പിന്റെ വിഷം എന്ന് പറയുന്ന ഔഷധം. ഈ സാധു ഇല്ല എങ്കിൽ ഇതൊന്നും നമ്മൾ കണ്ടെത്താൻ. പക്ഷെ ഇവയ്ക്ക് ആവശ്യമായതല്ല. ഇപ്പൊ പാമ്പിന്റെ വിഷം കുടിച്ചൊന്നും ആരും മരിക്കാൻ പോകുന്നില്ല. ഒരു ഭൂമിയിൽ ആരും പാമ്പിന്റെ വിഷം കുടിച്ച് മരിക്കാൻ പോകുന്നില്ല. വിഷം എന്നാൽ വിഷം അല്ല, പാമ്പിന്റെ വിഷം പ്രോട്ടീനാണ്. മുട്ടയുടെ വെള്ളക്കരു പോലെ ഡൈജസ്റ്റ് ആയി പോകുന്നു. വൈറ്റിപ്പേ ഡൈജസ്റ്റ് ആയി പോകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.